ബഹുമാന്യായ അധ്യക്ഷൻ സഖാവ് ചന്ദ്രൻപിള്ള, ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് ഏവർക്കും ഗുരുസ്ഥാനീയനായ പ്രൊഫസർ എൻ കെ സാനു മാഷ്, സ്വാഗത പ്രസംഗകൻ ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞ എന്നാൽ ഒരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത സുപരിചിതരായ എൻ്റെ വേദിയിലെ സഹപാനലിസ്റ്റുകൾ, വേദിയിൽ ഇരിക്കുന്നവർ, അതിൽ ശ്രീ സിദ്ധാർത്ഥ വരദരാജനെ പ്രത്യേകം പറയേണ്ടതുണ്ട്. നമ്മുടെ മാധ്യമപ്രവർത്തന രംഗം ഇന്ന് വലിയ തോതിൽ അധികാരത്തിൻ്റെ പരുഷ ശബ്ദങ്ങൾക്ക് മുമ്പിൽ പരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതിനെ മുതിരാതെ പത്രപ്രവർത്തനം എന്നത് ഒരു പ്രൊഫഷനല്ല, ഒരു പാഷനാണ്. മാറ്റത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മാധ്യമപ്രവർത്തകർക്കും പങ്കുവഹിക്കാനുണ്ട് എന്ന് തെളിയിക്കുന്ന അതിവേഗം എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്പീഷീസിൽപ്പെട്ട അപൂർവം ആളുകളിൽ ഒരാളാണ് അദ്ദേഹം. എഴുത്തുകാർ അവർ പോരാളികളായി കൂടി മാറണം എന്ന് തൻ്റെ രചനകളിലൂടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ആത്മസുഹൃത്ത് PN ഗോപികൃഷ്ണനും പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞ് പരാമർശിക്കപ്പെടേണ്ടതാണ്. ഒന്നാമതായി പുസ്തകത്തിൻ്റെ പ്രകാശനം ഈ എളിയവനെ കൊണ്ടായിരുന്നില്ല ചെയ്യിക്കേണ്ടിയിരുന്നത്. സംഘാടകരോടുള്ള എൻ്റെ ഒരു പരിഭവം പറയുകയാണ്, സാനുമാഷ പോലുള്ള ഒരാളുള്ളപ്പോൾ. ഈ പുസ്തക പ്രകാശനം യഥാർത്ഥത്തിൽ ആരെങ്കിലും ഒരാൾ നിർവഹിച്ചതായല്ല കാണേണ്ടത്. സാനുമാഷയുടെ നേതൃത്വത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെല്ലാവരും കൂടി ചേർന്നാണ് ഈ പുസ്തകം പ്രകാശിപ്പിച്ചത് എന്ന് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ചെറിയൊരു തിരുത്തൽ ഞാൻ നടത്തുകയാണ്. ഈ പുസ്തകം യഥാർത്ഥത്തിൽ വളരെ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ്. ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ ഈ പുസ്തകം എഴുതുകയും പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തതിന് ശേഷം നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ചില സംഭവങ്ങളെ ശരിയായി മനസ്സിലാക്കാൻ ഈ പുസ്തകം സഹായിക്കും. ഒരുപക്ഷെ അതാദ്യം പറയുന്നതായിരിക്കും ശരി. ഇന്ത്യയിൽ നിന്ന് തുടങ്ങാം. ഒരു സംസ്ഥാനത്തെ മന്ത്രി, പക്ഷെ അത് BJP ഭരണം നടക്കുന്ന ആ സംസ്ഥാനത്തെ BJP-കാരനായ മന്ത്രി, ആംഗലത്തിൽ പറഞ്ഞാൽ വി ഹാവ് ടു കോൾ എ സ്പീഡ് എ സ്പീഡ്. അപ്പോൾ മന്ത്രി എന്ന് പറഞ്ഞാൽ ഇവിടെ തുടർന്ന് പറയുന്ന വാക്കുകൾ പകരേണ്ട ആശയത്തിന് അവ്യക്തതയുണ്ടാവും. ഒരു BJP മന്ത്രി പറഞ്ഞു, നമ്മൾ ഭീകരന്റെ സഹോദരിയെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ചുമതലപ്പെടുത്തി. സോഫിയ ഖുറേഷിയെ കുറിച്ചാണ് പറഞ്ഞത്. അതിന് കുറച്ച് മുമ്പ് അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി പറയുകയാണ്, നമ്മുടെ ഈ രാജ്യത്ത് ഭൂരിപക്ഷം വരുന്നവർ ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നടക്കേണ്ടത്. അല്ലേ? ഓർക്കുന്നുണ്ടല്ലോ. നമുക്കിപ്പം കാര്യങ്ങൾ ഓർത്തു വെക്കുന്ന കാര്യത്തിൽ നമ്മൾ നല്ല ശുഷ്കാന്തി കാണിച്ചില്ലെങ്കിൽ വലിയ അബദ്ധത്തിൽ നമ്മൾ പെടും. ഓർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒരു ഹൈക്കോടതി ജഡ്ജി, അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയാണ് ഈ പറഞ്ഞത്. ഇന്നലെ
അതിരാവിലെ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും സുപ്രധാന ദൗത്യങ്ങൾ നിർവഹിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ ഉൾപ്പെടെ ആ രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനത്തിൻ്റെ നേതൃത്വത്തിൽപ്പെട്ടവർ, സൈന്യാധിപൻ ഉൾപ്പെടെ ഒരു കൂട്ടം ആളുകളെ സയനിസത്തിൻ്റെ വക്താക്കൾ, ഇസ്രയേൽ, നെതന്യാഹു. പക്ഷെ ഇസ്രയേലിലെ ജനങ്ങൾ മുഴുവൻ ഈ സയനിസത്തിൻ്റെ കൂടെ അല്ല എന്നുള്ളതും നമ്മൾ മറന്നുപോകാതെ ഓർക്കണം. ഇറാനിൽ നടത്തിയ ആക്രമണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ രാജ്യത്തിൻ്റെ ശാസ്ത്രജ്ഞന്മാരെ, പ്രധാനപ്പെട്ടവരെ കൊന്നു ആക്രമണത്തിലൂടെ. സൈന്യാധിപനെ കൊന്നു. അവിടുത്തെ സൈന്യത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ വിന്യസിക്കപ്പെട്ടുള്ള എത്ര പേർ, അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുടെ പക്ഷേ മാധ്യമപ്രവർത്തന രംഗത്തുള്ളവർക്ക് അറിയാമായിരിക്കും. ആദ്യം അമേരിക്ക ഇതിനോട് പ്രതികരിച്ചത് ഞങ്ങൾക്ക് ഇതുമായി അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല എന്ന മട്ടിലാണ്. അപ്പം ട്രംപിന് പല കുഴപ്പങ്ങളും ഉണ്ടെങ്കിലും വീമ്പ് പറയുന്നു എന്ന വിമർശനം പുള്ളിയെക്കുറിച്ച് ഉന്നയിക്കാറുണ്ടെങ്കിലും ആ വീമ്പ് പറച്ചിലിൻ്റെ ഭാഗമായി ചില സത്യങ്ങളും പുള്ളി വിളിച്ചു പറയാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ട്വീറ്റിലൂടെ കണ്ടു, ഇറാൻ ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായ നഷ്ടമല്ല, ഇതിൽ കൂടുതൽ നഷ്ടം ഉണ്ടാവും എന്നുള്ള ഭീഷണി അദ്ദേഹത്തിൻ്റെ ട്വീറ്റിലൂടെ തന്നെ വന്നു. ഇതിന് ഈ പുസ്തകമായിട്ടുള്ള ബന്ധം എന്താണ്? പുസ്തകമായിട്ട് ബന്ധമുണ്ട് ഇതിനല്ല. നമ്മുടെ രാജ്യത്ത് ഒരു അപരവൽക്കരണം നടക്കുന്നു. ലോകത്ത് ഇസ്ലാമോഫോബിയയുടെ ഭാഗമായി നടക്കുന്ന അപരവൽക്കരണമുണ്ട്. അത് 1993 തോന്നുന്നു സാമുവൽ ഹണ്ടിങ്ടൺ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് 1993 എന്ന് പറയുമ്പം ആ വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. കാര്യം 1980-കളുടെ അവസാനവും ഒക്കെയായിട്ട് കിഴക്കൻ യൂറോപ്പിൽ പല കാരണങ്ങൾ കൊണ്ടും അവിടുത്തെ പരീക്ഷണങ്ങൾ, സമത്വപൂർണമായൊരു സമൂഹ നിർമ്മിതിക്കായി നടന്ന പരീക്ഷണങ്ങൾക്ക് തിരിച്ചടികൾ ഉണ്ടാവുകയും അത് സോവിയറ്റ് യൂണിയൻ്റെ തന്നെ ശിഥിലീകരണത്തിലേക്ക് 1990-കളുടെ തുടക്കത്തോടുകൂടി പൂർണ്ണമായി എത്തിച്ചേരുകയും ചെയ്തതിനെ തുടർന്നാണ് 2 വർഷം കഴിയുമ്പോഴാണ് സാമുവൽ ഹണ്ടിങ്ടൻ്റെ ഈ പുസ്തകം വരുന്നത്. 1993 ചരിത്രത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ചുള്ള ചർച്ചകളും അന്ന് നടന്നിരുന്നു. ഇതെല്ലാം ചേർന്ന് ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്നത് എന്താണ്? മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രങ്ങൾ, ഏതെങ്കിലും മതം ആ രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ നിർണായകമായ പങ്കോ മുഖ്യ പങ്ക് വഹിക്കുകയോ ചെയ്യുന്നുണ്ടോ? അത്തരത്തിലുള്ള രാഷ്ട്ര നിർവചനങ്ങൾ സ്വീകാര്യമാണോ? തുടങ്ങിയ പല വിഷയങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം ഉണ്ട്, അതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ഭീകരവാദത്തിനെതിരായ യുദ്ധം എന്ന മട്ടിൽ ഇറാഖിന് നേരെ നടന്ന ആക്രമണം അതിന് കാരണമായി പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട്. വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, സർവനാശകരമായ ആയുധങ്ങൾ സദ്ദാം ഹുസൈൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ആ രാജ്യത്തെ ആക്രമിച്ചപ്പോൾ ആരോപിക്കപ്പെട്ടതുപോലുള്ള വല്ല ആയുധങ്ങളും സദ്ദാം ഹുസൈൻ്റെ കയ്യിലും ഇറാഖിൻ്റെ കയ്യിലും ഉണ്ടായിരുന്നെങ്കിൽ അപ്പോഴാണല്ലോ അതെടുത്ത് പ്രയോഗിക്കേണ്ടിയിരുന്നത്. ഒന്നും പ്രയോഗിച്ചില്ല, ഒന്നും കണ്ടെത്തിയതുമില്ല. കള്ളം പറഞ്ഞുകൊണ്ടാണ് ഒരു കൂട്ടം രാഷ്ട്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയത്. ആ ചരിത്രത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ ഒരു മതത്തിൽപ്പെട്ടവരുടെ അപരവൽക്കരണം നടക്കുമ്പോൾ അതിന് ഇന്ത്യക്കുള്ളിൽ മാത്രം അല്ല പ്രസക്തിയുള്ളത്, ഇന്ത്യക്ക് പുറത്തും പ്രസക്തിയുണ്ട്. ഈ അപരത്വ നിർമ്മിതി, അതിൻ്റെ പിന്നിലൊരു പ്രത്യയശാസ്ത്രമുണ്ട്. ഇപ്പം ഇറാന് നേരെ ആക്രമണം നടത്തിയ നെതന്യാഹു ഇന്ത്യയിൽ അപരത്വ നിർമ്മിതിയിലൂടെ ആസൂത്രിതമായ ആക്രമണങ്ങൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന
ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും ഉത്തമനായ സുഹൃത്താണ്. ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ RSSും നരേന്ദ്രമോദിയും പരിശ്രമിക്കുമ്പോൾ ഇസ്രയേലിനെ ഒരു ജൂതരാഷ്ട്രമാക്കാനുള്ള നിർമ്മിതിയും ചർച്ചകളും ഇസ്രയേലിലും നടക്കുകയുണ്ടായി. അതിൻ്റെ ചില ഘട്ടങ്ങൾ അവർ പൂർത്തിയാക്കുകയുണ്ടായി എന്നുള്ളത് നമ്മൾ കാണണം. സഹോദരൻ ചന്ദ്രൻപിള്ള ഞാനിവിടെ സംസാരിക്കുന്നതിനെ കുറിച്ച് എന്നെ പ്രലോഭിപ്പിക്കുകയും വഴിതെറ്റിക്കുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ള ചില നിരീക്ഷണങ്ങൾ നടത്തി. ഇങ്ങനെ ലളിതമായി പറഞ്ഞാൽ ഇവിടെ ഇനി സംസാരിക്കാനുള്ള പല എൻ്റെ ബഹുമാനരായ സുഹൃത്തുക്കളുടെയും വാക്കുകൾ കേൾക്കാൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഞാൻ അവതരിപ്പിച്ചു വന്ന വാദങ്ങളുമായി എനിക്ക് വീണ്ടും വേണമെങ്കിൽ മുന്നോട്ട് പോകാം. പക്ഷെ അത് വളരെ അപകടകരമാണ്. അതിന് സമയം ഒരുപാട് എടുക്കേണ്ടി വരും. ഇവരെ ഇരുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ അതിഥികളെ ഇരുത്തിക്കൊണ്ട് അങ്ങനെ പോകുന്നില്ല. ഈ പുസ്തകത്തിൽ ഒരു ഭാഗം, ആ പുസ്തകത്തിലെ ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് ഈ മതവും ജാതി വെറിയും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ വിമാനത്താവളത്തെ മുൻനിർത്തിയുള്ള 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഒന്നിവിടെ മാന്യ സുഹൃത്ത് ആമുഖം പറയുമ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. ഈ ഇന്ന് യാത്ര ചെയ്യുന്നവരുടെ ഐഡന്റിറ്റി എല്ലാം സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സുരക്ഷാപരമായ കാരണങ്ങളുണ്ട്. പക്ഷെ അത് ഉറപ്പാക്കാൻ ഒരാളിൻ്റെ പേരിൽ ഒരു അക്ഷരം തെറ്റിയാൽ അത് മനസ്സിലാക്കാൻ കഴിയാത്ത പ്രശ്നമില്ല. ഈ ഓരോരുത്തരുടെയും ടിക്കറ്റിൽ അവരുടെ ടെലിഫോൺ നമ്പറുണ്ട്. വിമാനം യാത്ര വൈകുകയാണെങ്കിൽ നമുക്ക് മെസ്സേജ് വരും. ഈ ദിവസങ്ങൾ ജമ്മു കാശ്മീരിൽ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. 2 ദിവസം അവിടെ ആയിരുന്നു. നിങ്ങൾ ചിലർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ദേശാഭിമാനി വായിക്കുന്നവരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പം അക്ഷരത്തിലൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ അതവിടെ വെച്ച് വ്യക്തത വരുത്താവുന്ന കാര്യമാണ്. നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളത് കാണിക്കണം. ഈ ടിക്കറ്റ് യഥാർത്ഥത്തിൽ എടുത്ത ആളിൻ്റെ ടെലിഫോൺ നമ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളൊരു മെസ്സേജ് അയക്കുന്നു, അത് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ കാണിച്ചാൽ മതി, ഇത് കടന്നു പോവാം. അപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ എല്ലാവരും തുല്യരാണ്. എല്ലാവർക്കും യാത്ര ചെയ്യുമ്പോൾ അവർക്ക് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട പരിശോധനകളിൽ എല്ലാവർക്കും പൊതുവിൽ ഒന്നുണ്ട്. എന്നാൽ ചിലർക്ക് അത്രയും പോരാ. അനിമൽ ഫാമിൽ ആൾ ആർ ഈക്വൽ ബട്ട് someone is more equal, some are more equal than others എന്നോ മറ്റോ ഓർവെൽ എഴുതിയിട്ടുള്ളത് പോലെ ഇന്ത്യയിൽ എല്ലാവർക്കും തുല്യ അവകാശങ്ങളുണ്ട്. പക്ഷെ ചിലർക്ക് അവകാശം ഒരല്പം കുറവാണ്. ആ കുറവ് ഇവിടെ സംഭവിച്ചിരിക്കുന്നു. അത് യാദൃച്ഛികമായിട്ടല്ല. എൻ്റെ വേറൊരു സുഹൃത്തിൻ്റെ അനുഭവം കൂടെ വിമാനത്താവളത്തിൽ വെച്ചുള്ള സുഹൃത്താണ്. അദ്ദേഹം ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി ചെക്ക് ഇൻ കൗണ്ടറിൽ ചെന്നിട്ട് പറഞ്ഞപ്പോൾ നോ ഞങ്ങൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് പോകാൻ പറ്റില്ല. അദ്ദേഹം വീണ്ടും വാദിച്ചുകൊണ്ടിരുന്നു. പ്ലീസ് എനിക്ക് അത്യാവശ്യമുണ്ട് എന്നല്ല പറഞ്ഞു. അപ്പോൾ അയാൾ ടിക്കറ്റ് എടുത്തു. ഓ ആപ് ദേശ്പാണ്ഡെ ഹേ, ടീക്ക്. കാര്യം ഈ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന ആൾ ഒരു ദേശ്പാണ്ഡെയാണ്. ദേശ്പാണ്ഡെ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനാണ്. ഇത് സഖാവാണ് കേട്ടോ. ബ്രാഹ്മണന്മാർക്ക് സഖാക്കളാകാം, കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു, വാട്ട് ഈസ് ദ സിറ്റുവേഷൻ ഇൻ അവർ കൺട്രി? ജസ്റ്റ് ബിക്കോസ് ഐ ആം ദേശ്പാണ്ഡെ ഐ കുഡ് ട്രാവൽ ടുഡേ. അപ്പോൾ പുസ്തകത്തിൻ്റെ രചയിതാവായ സിയാവുസ്സലാം വൈകിച്ചെന്നാൽ, ഇതിപ്പോൾ വൈകിച്ചെന്നതല്ല, പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സാങ്കേതികത്വം മറച്ചു വെച്ചുകൊണ്ടാണ് എയർ ഇന്ത്യ ഈ ബോർഡ് ചെയ്യാൻ പറ്റാത്ത കാര്യം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ കള്ളത്തരങ്ങളാണ്. വഞ്ചനയുടെ ഒരു രാജ്യമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം. ഈ ഗ്രന്ഥം ഗോപീകൃഷ്ണന്റെ ഗ്രന്ഥത്തെ പോലെ തന്നെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ടതാണ്. ഗോപീകൃഷ്ണന്റെ ഗ്രന്ഥം ഒരു ബൃഹത് ഗ്രന്ഥമാണ്. ഈ മനുഷ്യത്വം തൊട്ടുതെറിച്ചിട്ടില്ലാത്ത
ഗാന്ധി ഘാതകരുടെ പിന്മുറക്കാർ, അതിൻ്റെ മുഴുവൻ ചരിത്രവും AG നൂറണി എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആഘോഷിക്കപ്പെടേണ്ട പുസ്തകം ഹിന്ദുത്വ ഇന്ത്യയിലെ മുസ്ലിം എന്ന ഈ ഗ്രന്ഥം മലയാളത്തിലേക്ക് വന്നതിന് പരിഭാഷപ്പെടുത്തിയ CB വേണുഗോപാലിനെ ഞാൻ അനുമോദിക്കുന്നു. ഇതിന് മുൻകൈയെടുത്ത കൊച്ചിയിലെ സമൂഹ് എന്ന അർത്ഥവത്തായ സാംസ്കാരിക പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന കൂട്ടായ്മയെയും അനുമോദിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഒരു സവിശേഷത, പലയിടത്തായി ചിതറിക്കിടക്കുന്ന ഒരിടത്ത് ചേർത്ത് വെച്ച് നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഒരിടത്ത് ചേർത്ത് വെച്ച് നമ്മൾ സൂക്ഷ്മമായി വായിച്ച് അപഗ്രഥിച്ച് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഈ അപരവൽക്കരണത്തിൻ്റെ ചരിത്രവും ഇതിൽ പരിശോധിക്കുന്നു. അപരവൽക്കരണത്തിൻ്റെ ചരിത്രവും പരിശോധിക്കുന്നു, ചരിത്രത്തിൽ നടന്ന അപരവൽക്കരണവും പരിശോധിക്കുന്നു. ഉദാഹരണത്തിന് അലാവുദ്ദീൻ ഖിൽജിയെക്കുറിച്ച് ഇതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കെല്ലാം സുപരിചിതനായ ഇന്ത്യയിലെ ചരിത്രകാരർക്കിടയിലെ ഏറ്റവും ഉന്നത ശീർഷർ ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ വരുന്ന പേരുകൾ റൊമല താപ്പറിൻ്റെയും ഇർഫാൻ ഹബീബിൻ്റെയും ഒക്കെയാണ്. എന്നാൽ ആ ഇർഫാൻ ഹബീബിൻ്റെ വാപ്പ എന്ന് തന്നെ ഞാൻ പറയട്ടെ, അല്ലേ, മുഹമ്മദ് ഹബീബ്, നമ്മൾ ഇവിടെ ഇരിക്കുന്ന പലരും വായിച്ചിട്ടുണ്ടാവും, പക്ഷെ ഞാൻ വേണ്ടത്ര വായിച്ചിട്ടില്ലാത്ത ചരിത്രകാരനാണ്. അദ്ദേഹം ഇന്ത്യയുടെ ചരിത്രത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ സവിശേഷതകൾ, ഭരണ സംവിധാനങ്ങൾ, കുത്തബുദ്ദീൻ ഐബക്കിനെ പോലെ, അലാവുദ്ദീൻ ഖിൽജിയെ പോലെ, അങ്ങനെ കുറെ പേരുകൾ, തലസ്ഥാനം മാറ്റിയ തുഗ്ലക്കിനെ പോലെ പല പേരുകൾ മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളതെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ നടന്നത് എന്താണ്, ഇന്ത്യയിലെ ഭൂവുടമാബന്ധങ്ങൾ നടന്നത് എന്താണ്, കൃഷിക്കാരും ഭൂവുടമകളും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൽ അലാവുദ്ദീൻ ഖിൽജിയുടെ കാലത്തുണ്ടായ മാറ്റങ്ങൾ എന്താണ്, ഇതെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അതിനെല്ലാം രാഷ്ട്രീയമുണ്ട്. ഇവരെ ഓരോരുത്തരെയും ഇന്ത്യൻ സമൂഹത്തിന് മുമ്പിൽ വളച്ചൊടിക്കപ്പെട്ട ചരിത്രത്തിൻ്റെ ഭാഗമായി തെറ്റായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യവും ഈ കൃതി വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. കൂടുതൽ ഞാൻ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞത് പാലിക്കാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ശരിക്കും ഇങ്ങനെ പലരും പറഞ്ഞിട്ട് പിന്നെ അത് മറന്നു പോകാറുണ്ട്. ഈ പുസ്തകത്തിൽ സിയാവുസ്സലാം ഉദ്ധരിച്ചിട്ടുള്ള ഖുഷ്വന്ത് സിംഗിൻ്റെ രചന ദ എൻഡ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അദ്ദേഹം ഖുഷ്വന്ത് സിംഗ് എഴുതിയത് ഇതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. 2003 എഴുതിയതാണ്, 22 വർഷം മുമ്പ്. ഖുഷ്വന്ത് സിംഗിനൊരു ആമുഖം ആവശ്യമില്ല. ഇലസ്ട്രേറ്റ് വീക്കിലെ എഡിറ്ററായിരുന്നപ്പോഴും പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ഒരുപക്ഷെ ഒരു ആമുഖം വേണ്ടി വരും. അത് നിങ്ങൾക്കിപ്പോൾ പ്രൊഫസർ ഗൂഗിളിനോട് ചോദിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തരുമെന്നുള്ളതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല. ദ എൻഡ് ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ ഖുഷ്വന്ത് സിംഗ് എഴുതി, ഇന്ത്യക്ക് ഇത് ഇരുളടഞ്ഞ നാളുകളാണ്. 2002 ബാപ്പുവിൻ്റെ നാടായ ഗുജറാത്തിൽ നടന്ന കൂട്ടക്കൊലയും തുടർന്നുണ്ടായ നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് വിജയവും രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കും. ഹിന്ദു മതഭ്രാന്തന്മാരുടെ ഫാസിസ്റ്റ് അജണ്ട ആധുനിക ചരിത്രത്തിലെ നമ്മുടെ ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇന്ത്യ തകർച്ചയിലേക്ക് നീങ്ങുകയാണ്. ഒരു മഹാത്ഭുതം നമ്മളെ രക്ഷിച്ചില്ല എങ്കിൽ
രാജ്യം ഛിന്ന ഭിന്നമാകും. നമ്മെ തകർക്കുന്നത് പാകിസ്ഥാനോ മറ്റേതെങ്കിലും വിദേശ ശക്തിയോ ആയിരിക്കില്ല. നമ്മൾ സ്വയം തകരും. ജപ്പാൻ സമുറായിയുടെ ആചാരപരമായ ഹരാക്കിരി പോലെ. ഇതാണ് ഖുഷ്വന്ത് സിംഗ് 2003 എഴുതിയത്. ഖുഷ്വന്ത് സിംഗ് എഴുതിയതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഏത് ഭാഗത്തോട് ഞാൻ യോജിക്കുന്നില്ല? നമ്മൾ തകരാൻ പോവുകയാണ് എന്നെഴുതിയ ഭാഗത്തോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ നമ്മൾ തകർച്ചയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് അസാധാരണമായ ഉൾക്കാഴ്ചയിലൂടെ ഖുഷ്വന്ത് സിംഗ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അല്ലാതെ ഇന്ത്യ തകർന്നടിയും, അതിന് വിദേശ ആക്രമണമൊന്നും വേണ്ട, നമ്മൾ തന്നെ ഇന്ത്യയെ തകർക്കും എന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഹോളോകോസ്റ്റ് നമ്മളെ കാത്തിരിക്കുന്നു എന്ന നിലയിലുള്ള ആശയം, ഉത്കണ്ഠ, അത് നമുക്കൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. എന്നാൽ ഇന്ത്യ പോകാൻ ഇടയുള്ള ആപത്തിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ ശരിയാണ്. അതിൻ്റെ ആദ്യ ഭാഗം ശരിയാണ്. എന്നാൽ ഈ അപകടത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനാവില്ല എന്ന അദ്ദേഹത്തിൻ്റെ നിഗമനത്തോട് ഞാൻ യോജിക്കുന്നില്ല. എന്തുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല എന്നുള്ളത് ഞാൻ വിശദീകരിക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു വർഷം മുമ്പ് ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ, അതിനു മുമ്പ് നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും വ്യക്തമായ ഭൂരിപക്ഷം നേടിയ BJP 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ BJP തോറ്റു. BJPക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നുള്ള മട്ടിലാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിയാണ്. നിതീഷ് കുമാറിന്റെ JDU-വും ചന്ദ്രബാബു നായിഡുവിന്റെ TDP-യും ആ 2 ക്രച്ചസിലാണ് നരേന്ദ്രമോദി ഇപ്പം സഞ്ചരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന മട്ടിൽ നരേന്ദ്രമോദി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് നഷ്ടപ്പെട്ടു പോയ പിന്തുണ, തൻ്റെ പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോയ പിന്തുണ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. പഹൽഗാം സംഭവത്തിന് ശേഷം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി നഷ്ടപ്പെട്ട സ്വാധീനം വീണ്ടെടുക്കാൻ ശ്രമിക്കും. പണ്ട് 2019 മുമ്പും ഇതുപോലുള്ള സംഭവങ്ങളെ ഒക്കെ എങ്ങനെ രാഷ്ട്രീയമായി ദുരുപയോഗപ്പെടുത്തി നമുക്കറിയാം. അപ്പൊ 2024 ഇന്ത്യക്ക് നൽകുന്ന പാഠം നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മെജോറിറ്റേറിയൻ ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിലേക്ക് കോർപ്പറേറ്റുകളുടെ, അതിസമ്പന്നന്മാരുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയ അങ്ങനെ ഒരു കൂട്ടായ്മയാണിത്. ആ കൂട്ടായ്മ സഞ്ചരിക്കാൻ നടത്തുന്ന ശ്രമത്തിന് തടസ്സം സൃഷ്ടിക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യയിലെ ജനാധിപത്യ മതേതര ശക്തികൾക്കും ശ്രമിച്ചാൽ കഴിയും എന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചതാണ്. 2% താഴെയുള്ള വ്യത്യാസം മറികടക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ രാഷ്ട്രീയ ചിത്രം വ്യത്യസ്തമാകുമായിരുന്നു. അപ്പം ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ചുമതലപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ വായനയിൽ നിന്നും, ഇതുപോലുള്ള പുസ്തകങ്ങളുടെ വായനയിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഖുഷ്വന്ത് സിംഗ് ഉത്കണ്ഠപ്പെട്ടതുപോലെയുള്ള അപകടത്തിലേക്ക് ഇന്ത്യ നീങ്ങാതിരിക്കാൻ നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിലൂടെ കഴിയണമെന്നുണ്ടെങ്കിൽ അതൊരു രാഷ്ട്രീയ സമരത്തിലൂടെ മാത്രം നിർവഹിക്കപ്പെടേണ്ട കർമ്മമല്ല.
അത് സാംസ്കാരിക സമരം ഉൾപ്പെടെ ബഹുമുഖമായ സമരങ്ങളിലൂടെ മാത്രം സാക്ഷാത്കരിക്കാൻ കഴിയേണ്ട ഒരു സമരമാണ്. പലർക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഈ ശക്തികളെ തോൽപ്പിക്കാൻ ഉണ്ടാക്കേണ്ട കൂട്ടുകെട്ട് എന്താണ്, ധാരണ എന്താണ്, അത് വേണ്ട പോലെ ഉണ്ടാക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇവരെ തോൽപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ മർമ്മപ്രധാനമാണ്. പക്ഷെ അതിനേക്കാൾ മർമ്മപ്രധാനമാണ് കൾച്ചറൽ നാഷണലിസം എന്ന ഒരു പദ്ധതി, കൃത്രിമമായൊരു പദ്ധതി, സാംസ്കാരിക ദേശീയത എന്ന ഒരു വ്യാജ പദ്ധതി, അതിനെ ആസ്പദമാക്കിയാണ് RSS പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പദ്ധതിയെ അവർ ശക്തമായി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ മനസ്സിലേക്ക് അവർ കടന്നു കയറുകയാണ്. ഇത് കൃത്യമായി മനസ്സിലാക്കി അവർ ചെയ്യുന്നതാണ്. മാധവ സദാശിവ ഗോൾവൽക്കറുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ ഭരണാധികാരമൊന്നുമില്ല, നിങ്ങൾ എങ്ങനെയാണ് ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുക എന്ന് ചോദിച്ചതിന് അദ്ദേഹത്തിന്റെ മറുപടിയുണ്ട്. ആ മറുപടി നമ്മൾ വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അദ്ദേഹം മറുപടി പറഞ്ഞ് അച്ചടിച്ച് ലഭ്യമാണ്. ഭരണാധികാരം വേണം ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ എന്ന് നിങ്ങൾ പറഞ്ഞ് ശരിയാണ്, പക്ഷെ അത് മാത്രമല്ല, ഞങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ പ്രവർത്തിക്കുകയാണ് എന്നാണ് കൃത്യമായിട്ട് ഗോൾവൽക്കർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ RSS, ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSS ജനങ്ങളുടെ മനസ്സിൽ പ്രവർത്തിക്കുമ്പോൾ ഫാസത്തെ എതിർക്കുന്നവർ, ഫാസിസ്റ്റ് RSSനെ എതിർക്കുന്നവർ, ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമുക്ക് ജനങ്ങളുടെ മനസ്സിൽ എത്രമാത്രം പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട്? അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ പ്രവർത്തിക്കുന്നത് ഒരു സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ്. അതിന് രാഷ്ട്രീയ തലങ്ങളുണ്ട്. ചുരുക്കത്തിൽ രാഷ്ട്രീയമായി ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSSന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ പരാജയപ്പെടുത്താൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ നടത്തുന്ന സമരത്തിന് സമാന്തരമായും അനുപൂരകമായും ഒരു സാംസ്കാരിക സമരം കൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. നാളെയോ മറ്റന്നാളോ ഒരു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളിൽ ഫാസിസ്റ്റ് RSSന്റെ നിയന്ത്രണത്തിലുള്ള BJPയുടെയും അവരുടെ കൂട്ടുകെട്ടിൻ്റെയും ഭരണ സംവിധാനങ്ങളെ പരാജയപ്പെടുത്താൻ ജനങ്ങൾക്ക് സാധിച്ചു എന്ന് സങ്കല്പിക്കുക, അത് അസാധ്യമല്ല. എന്നാലും അവർ ഇന്ത്യൻ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തിൽ നിന്നും ഈ ഫാസിസ്റ്റ് പ്രവണതകളെ നിഷ്കാസനം ചെയ്യണമെങ്കിൽ ഒരു ഡീടോക്സിഫയിങ് ആക്ടിവിറ്റി, ഇന്ത്യൻ സമൂഹത്തെ വിഷവിമുക്തമാക്കാനുള്ള ഒരു പ്രവർത്തനം അതുകൂടി സമാന്തരമായി നടക്കണം. അത് സമാന്തരമായി നടക്കുന്നതിന് ഇതുപോലുള്ള കൃതികളും ഇത്തരം കൃതികളുടെ ചർച്ചയും സംസ്കാരത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഇടപെട്ടുകൊണ്ടുള്ള പ്രവർത്തനവും വേണം. സാഹിത്യത്തിൽ, കലയിൽ, നാടകത്തിൽ, തെരുവ് നാടകത്തിൽ, വേടന്റെ പാട്ടിൽ, അത്തരത്തിലുള്ള സമഗ്രമായ വിസ്തൃതമായ സാംസ്കാരിക ഇടപെടലുകളിൽ കൂടി മാത്രമേ ഈ രാഷ്ട്രീയ സമരത്തിൻ്റെ വിജയത്തെ സ്ഥായിയായ വിജയമാക്കി മാറ്റാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന ഒരു എളിയ കാഴ്ചപ്പാട് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ.